പത്തനംതിട്ടയിൽ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ ഏരിയ സമ്മേളനത്തിലും മത്സരം. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ ഏരിയ കമ്മിറ്റി കൊടുമണ്ണിലും മത്സരം നടന്നു. മത്സരം ഒഴിവാക്കാനുള്ള ജില്ലാ സെക്രട്ടറിയുടെ നീക്കം വിജയിച്ചില്ല. സമ്മേളനം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തർക്കപരിഹാരത്തിന് സംസ്ഥാന നേതൃത്വം ഇടപെടുന്നു. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പത്തനംതിട്ടയിൽ CPM ജില്ലാ സെക്രട്ടറി AP ഉദയഭാനുവിന്റെ സ്ഥലം ഉൾക്കൊള്ളുന്ന ഏരിയ സമ്മേളനത്തിലും മത്സരമുണ്ടായി. ജില്ലാ സെക്രട്ടറി ഉദയഭാനുവിന്റെ ഏരിയ കമ്മിറ്റി കൊടുമണ്ണിലാണ്. അവിടെയാണ് മത്സരം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വലിയ വിഭാഗീയത പത്തനംതിട്ടയിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉദയഭാനുവിന്റെ വിശ്വസ്തൻ RB രാജീവ് കുമാർ വിജയിച്ചു. മത്സരം ഒഴിവാക്കാനുള്ള നീക്കം വിജയം കണ്ടില്ല. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, CPMലെ വിഭാഗീയത മറനീക്കി പുറത്തുവരുന്ന ഘട്ടമാണ് ഇത്. ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ഏരിയ സമ്മേളനങ്ങൾ ചിലയിടത്തൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്നത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ ഏരിയ കമ്മിറ്റി ഉൾപ്പെടുന്ന കൊടുമണ്ണിലും മത്സരം നടന്നു എന്നാണ്. സ്വന്തം ജില്ലാ സെക്രട്ടറിയുടെ ഏരിയയിൽ പോലും ഈ വിഭാഗീയത മാറ്റി നിർത്താൻ, വിഭാഗീയത മാറ്റിക്കളയാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? നീലിമ, പത്തനംതിട്ട ജില്ലയിൽ പലയിടങ്ങളിലും ഏരിയ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പല ഭാഗങ്ങളിലും സമ്മേളനങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ സമവായ ശ്രമങ്ങളും വിഭാഗീയത ഒഴിവാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പരമാവധി മത്സരങ്ങൾ ഒഴിവാക്കി ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ള ദൗത്യത്തിന് വിലങ്ങുതടിയായിട്ടാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ ഏരിയ സമ്മേളനത്തിൽ തന്നെ മത്സരം നടന്നിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറിയുടെ വിശ്വസനായ RB രാജീവ് കുമാർ ആണ് കൊടുമണ്ണ് ഏരിയ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഏഴംകുളത്തു നിന്നുള്ള ഏരിയ കമ്മിറ്റി അംഗമായ B പ്രസന്നകുമാറിന് എതിരെ മത്സരം നടന്നാണ് RB രാജീവ് കുമാർ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. 13 പ്രതിനിധികളുടെ പിന്തുണയാണ് രാജീവ് കുമാറിന് ലഭിച്ചിരിക്കുന്നത്. 7 പ്രതിനിധികളുടെ പിന്തുണയാണ് പ്രസന്നകുമാറിനും ലഭിച്ചത്. ഇവിടെ മത്സരം ഒഴിവാക്കുന്നതിന് വേണ്ടി കടുത്ത ശ്രമങ്ങൾ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. സമവായ ശ്രമങ്ങൾ നടന്നിരുന്നു. തർക്കപരിഹാരങ്ങൾ ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകളുമൊക്കെ നടന്നിരുന്നു. പക്ഷേ മത്സരം ഒഴിവാക്കാനായില്ല. ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത കൊടുമണ്ണിലെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മത്സരം നിലനിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഈ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സെക്രട്ടറി ഇന്ന് ജില്ലയിലേക്ക് നേരിട്ടെത്തുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പത്തനംതിട്ടയിൽ ചേരും. അതിനുശേഷം തിരുവല്ലയിൽ നിന്നാണ് പ്രധാനമായും പ്രശ്നം ഏറ്റവും രൂക്ഷമായി നിലനിൽക്കുന്നത്. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യമുണ്ടായിരുന്നു. ടൗൺ ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ടിൽ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളാണ് ഈ വിഭാഗീയത സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത്. നേരത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CC സജിമോനുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ് പ്രധാനമായും ഈ ഭാഗങ്ങളിൽ തിരുവല്ലയിൽ ഈ വിഭാഗീയത ഏറ്റവും രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുന്നതിന് കാരണമെന്നും ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. CC സജിമോനെ ലൈംഗിക ആരോപണ പരാതിയുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ ലൈംഗിക ആരോപണ പരാതിയിൽ നടപടിയെടുക്കുന്നതിന് വേണ്ടി റിപ്പോർട്ട് നൽകിയത് തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം നേതാക്കളാണ്. ഇതിന് പ്രതികാരമായിട്ട് തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി CC സജിമോന്റെ പക്ഷത്തിലുള്ള ആളുകൾ ശ്രമിച്ചു. മുൻ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ഈ പ്രവർത്തന റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ തിരുവല്ലയിൽ 2 വിഭാഗങ്ങളിലായിട്ടാണ് പാർട്ടി പ്രവർത്തിക്കുന്നതെന്നും ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. തുടർന്ന് 2 തവണ ലോക്കൽ സമ്മേളനം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. ലോക്കൽ സമ്മേളനത്തിൽ ഈ പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശവുമായി ബന്ധപ്പെട്ട് നേതാക്കളും പ്രവർത്തകരും 2 ചേരിയായി തിരിഞ്ഞുകൊണ്ട് കയ്യാങ്കളിയും വാക്കുതർക്കവും ഉണ്ടാകുന്ന സാഹചര്യം വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെ 2 തവണ ലോക്കൽ സമ്മേളനം നിർത്തിവെക്കേണ്ടി വന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാതെ തുടരുന്ന സാഹചര്യം. ഈ ഒരു അവസരത്തിലാണ് സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ജില്ലയിലേക്ക് എത്തുകയും ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ, പ്രതിനിധികളെ എല്ലാം ഇന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരും. അതിനുശേഷമായിരിക്കും തിരുവല്ലയിൽ നിന്നുള്ള നേതാക്കളെയും പ്രവർത്തകരെയും സംസ്ഥാന സെക്രട്ടറി നേരിട്ട് കൊണ്ടുകൊണ്ട് ഒരു സമവായ ചർച്ച നടക്കുന്നത്. ഇങ്ങനെ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഏരിയ സമ്മേളനങ്ങളിലെ വിഭാഗീയത, രൂക്ഷമായിട്ടുള്ള വാഗ്വാദങ്ങളെല്ലാം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു
നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ സമ്മേളനത്തിലും കടുത്ത വിഭാഗീയതയുടെ ഭാഗമായിട്ടുള്ള മത്സരം നടന്നു എന്നുള്ള വിവരം ഉണ്ടാകുന്നത്. എന്തായാലും ഡിസംബർ 11-നാണ് നേരത്തെ സൂചിപ്പിച്ച തിരുവല്ലയിലെ ഏരിയ സമ്മേളനം ചേരേണ്ടത്. അതിനു മുമ്പ് സമവായ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടതും. ഈ വിഭാഗീയത രൂക്ഷമായ രീതിയിൽ തന്നെ ജില്ലയിൽ തുടരുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. മിഥുൻ, കഴിഞ്ഞ ദിവസമെല്ലാം നമ്മൾ കണ്ടതാണ് പാലക്കാട്, കൊഴിഞ്ഞാമ്പാറ, ആലപ്പുഴ, അതുപോലെ കൊല്ലം ജില്ല, കരുനാഗപ്പള്ളിയിലെയൊക്കെ നമ്മൾ കണ്ടതാണ് ഈ വിഭാഗീയത മുഴുവൻ പുറത്ത് തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തിരുവല്ലയിലെ പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ വേണ്ടി നേരത്തെ ഉണ്ടായിരുന്ന ലോക്കൽ സെക്രട്ടറി ശ്രമിച്ചു. ആ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള അംഗങ്ങൾ അടക്കം തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി. ഈ റിപ്പോർട്ട് പക്ഷേ ജില്ലാ നേതൃത്വം അറിയാതെയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട്, ലോക്കൽ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പാണ് KP ഉദയഭാനുവിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ വരുന്നത്. ഇത് പുറത്ത് ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയല്ലേ 2 തവണ തിരുവല്ല ലോക്കൽ സമ്മേളനം അലങ്കോലപ്പെടുത്തിയതും അതുപോലെ അത് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായതും. അതായത് 2 തട്ടിൽ നിൽക്കുകയാണ് പ്രവർത്തകർ. ആ ഭാരവാഹികളെല്ലാം 2 തട്ടിൽ നിൽക്കുകയാണ്. ഇപ്പോൾ MV ഗോവിന്ദൻ അവിടെ എത്തി ഇത് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. CPM സെക്രട്ടറി അവിടെ എത്തിയിട്ടുണ്ടോ? അനുനയത്തിന് എന്തെല്ലാം നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത്? ദിലീപ, 53 പേജുള്ള പ്രവർത്തന റിപ്പോർട്ടാണ് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. ഇതിൽ 9ാമത്തെ പേജ് മുതൽ 3ാമത്തെ പേജ് വരെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളാണ് വിഭാഗീയത സംബന്ധിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ CC സജീവനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ലൈംഗിക പീഡന പരാതിയിൽ ഉൾപ്പെട്ടയാളെ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നതിനും പാർട്ടിയിൽ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ആളുകൾ തോമസ് ഐസക്കിനെതിരെ പ്രവർത്തിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക്കിനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും, അതിൽ പേരുകൾ സഹിതമാണ് പരാമർശമുണ്ടായിരിക്കുന്നത്. CC സജീവനുമായി അടുത്ത് പ്രവർത്തിക്കുന്ന മുൻ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരുടെ പേരുകൾ ഈ ഒരു പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അവർ വലിയ രീതിയിൽ തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ തിരുവല്ലയിൽ 2 തട്ടിലായിട്ടാണ് CPM പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യവും ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. വിഭാഗീയത രൂക്ഷമാണ്. 2 വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് തർക്കങ്ങളും പ്രശ്നങ്ങളും നിരന്തരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം CPM-ന്റെ നിയന്ത്രണത്തിലുള്ള പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചില ആരോപണങ്ങൾ, ഇക്കാര്യങ്ങളിലും ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ആരോപണങ്ങൾ, പരാതികൾ ഉയർത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഈ ലോക്കൽ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ട് വായിക്കുന്നു. 9ാമത്തെ പേജ് വരെ എത്തിയപ്പോൾ പ്രവർത്തന റിപ്പോർട്ടിലേക്ക് ഈ രൂക്ഷമായിട്ടുള്ള വിഭാഗീയത സംബന്ധിച്ചിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നു. ഇനിയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ അത് വലിയ രീതിയിലുള്ള വിഭാഗീയത പുറത്തേക്ക് വരുന്നതിനും അല്ലെങ്കിൽ അത് കടുത്ത അതൃപ്തിയിലുള്ള ആളുകൾ തമ്മിൽ, ഇരു ചേരികളായി നിൽക്കുന്ന ആളുകൾ തമ്മിലുള്ള വാഗ്വാദം രൂക്ഷമാകുന്നതിന് സാഹചര്യം ഒരുക്കുമെന്നും കണക്ക് കൂട്ടിക്കൊണ്ട് 9ാമത്തെ പേജ് ആയപ്പോഴേക്കും ഈ പ്രവർത്തന റിപ്പോർട്ട് നിർത്തിവെക്കാൻ ലോക്കൽ സമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നു. പിന്നീട് 2 പക്ഷമായി തിരിഞ്ഞുകൊണ്ട് തിരുവല്ല ടൗൺ ലോക്കൽ സമ്മേളനത്തിൽ CPM പ്രവർത്തകർ തമ്മിൽ തല്ലുകയായിരുന്നു, തമ്മിൽ കയ്യാങ്കളി ഉണ്ടാവുകയായിരുന്നു, വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു. ഇത് നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടാകുന്നു. പിന്നീട് ഈ പ്രവർത്തന റിപ്പോർട്ട്, ഈ പ്രതിനിധികൾക്കെല്ലാം ഈ പ്രവർത്തന റിപ്പോർട്ട് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് കൈമാറുകയും അവിടെ പ്രശ്നപരിഹാരത്തിനാണ് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമം നടക്കുന്നത്. അല്പസമയത്തിനകം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവല്ലയിലേക്ക് എത്തുകയാണ്. വിവരങ്ങളാണ് മിഥുൻ പങ്കുവച്ചത്.